ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ജിമിനെ, നീ എന്താടാ ഒറ്റയ്ക്ക് റൂമിലിരുത്തിയിട്ട് മീറ്റിങ്ങിന് പോയത്? റീനയുടെ ചോദ്യം കേട്ട് ജിമിൻ കുടിച്ചിരുന്ന വെള്ളം നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. അത് പിന്നെ എന്ത് മീറ്റിംഗ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞതാ, ഇവൻ എന്തോ ഇമ്പോർട്ടന്റ് ക്ലയന്റിനെ കാണാൻ രാവിലെ ഹോട്ടലിൽ നിന്നും പോയിന്ന്. അതേതാടാ ഞാൻ അറിയാത്തൊരു ക്ലയന്റ്, അതും പാരീസിൽ? മൈക്കിളിന്റെ ചോദ്യം കേട്ട് ജിമിൻ ഒന്ന് പരിങ്ങി. അവൻ തേയെ നോക്കി. ഒന്നും ചെയ്യാൻ സാധിക്കാതെ തേയ അവനെ ദയനീയമായി തിരിച്ചും നോക്കി. അത് പിന്നെ അങ്കിളിനെ അറിയില്ലേ മിസ്റ്റർ റോബർട്ട്? ഒരു 3 വർഷം മുൻപ് നമ്മുടെ ഇന്ത്യയിലെ ബ്രാഞ്ചുമായി ടൈപ്പ് ചെയ്യാൻ വേണ്ടി വന്ന പാരീസിലെ R&D കമ്പനിയുടെ ഓണർ. പുള്ളിക്കാരനുമായി നടന്ന മീറ്റിങ്ങിനെ പറ്റിയാ ആന്റി അവനോട് ചോദിച്ചത്. ജൂൺ പെട്ടെന്ന് ജിമിന് വേണ്ടി പറഞ്ഞു. അവൻ എന്നിട്ട് ഒരു കള്ളച്ചിരിയോടെ ജിമിനെ നോക്കി. എന്നിട്ട് നീ എന്താടാ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ ഡാഡി, പുള്ളി എനിക്കൊരു മെയിൽ അയച്ചിരുന്നു, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഞാനൊരു കാഷ്വൽ ടോക്ക് ആയിരിക്കും എന്ന് കരുതി തേയോട് പറയാതെ പോയതാ, വേഗം തിരിച്ചു വരുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ അങ്ങേരെ അയാളുടെ കുറെ പാർട്ട്നേഴ്സുമായി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അതാ ടൈം പോയത്. അതുകൊണ്ടാണ് ഞാൻ തേയെ വിളിച്ചു പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവള് ഫോൺ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ എത്തിയെന്ന്. അല്ലേ തേയാ? അതെ, ഇച്ചായ ഉടനെ തന്നെ എത്തി. അല്ല, നിന്നെ മിസ്റ്റർ റോബർട്ട് കാണാമെന്ന കാര്യം ജൂൺ എങ്ങനെ അറിഞ്ഞു? ഞാനവനെ വീഡിയോ കോൾ ചെയ്തായിരുന്നു, അല്ലടാ? ആ അതെ അങ്കിൾ, അവരാദ്യം ഞാനുമായിട്ടല്ലേ സംസാരിച്ചത്. അപ്പോ ഇവനെ കണ്ടപ്പോ എന്നെ കൂടി കണ്ട് സംസാരിക്കാന്ന് വെച്ചു, അല്ലടാ? ശരി. സാധാരണ ഒരു മീറ്റിംഗ് നടക്കുമ്പോ 2 പേരെ എന്നെ അറിയിക്കുന്നതാ. ഇപ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ ഡാഡി, ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലായിരുന്നു, അതാ പിന്നെ. പക്ഷേ തേയനോട് നിനക്ക് രാത്രി വരെ മീറ്റിംഗ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതല്ലേ മമ്മി ഞാൻ പറഞ്ഞത്. അവരാദ്യം എന്നോട് പറഞ്ഞു ഒരു പ്രപ്പോസലിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നാ. അതാ ഞാൻ തേയെ വിളിച്ച് പറഞ്ഞത് രാത്രി വരെ മീറ്റിംഗ് ഉണ്ടെന്ന്. പിന്നെ ഒരു ഉച്ചയായപ്പോ തന്നെ എല്ലാം വേഗം കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. നീയല്ലേ പറഞ്ഞേ നീ കാഷ്വൽ ടോക്കിന് പോയതാ, ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലായിരുന്നെന്ന്. പിന്നെ പ്രപ്പോസലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന കാര്യം നിന്നോട് അവരെപ്പോഴാ പറഞ്ഞേ? ആകെ മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് ജിമിന് തോന്നി. എന്നാൽ അവിടെ വീണ്ടും രക്ഷകനായി ജൂൺ എത്തി. അയ്യോ അങ്കിളെ, അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ മിസ്റ്റർ റോബർട്ട് അവനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. ഇവരൊരു കാഷ്വൽ ടോക്ക് ആണെന്ന് പറഞ്ഞ് അയാളെ കാണാൻ പോയി. ചെന്നപ്പോഴാണ് അയാൾ പാർട്ട്നേഴ്സിന്റെ കൂടെയാണെന്ന് മനസ്സിലായത്. കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചു. ഞങ്ങള് 2 പേരും അവരോട് സംസാരിച്ചപ്പോ അവരൊരു പ്രപ്പോസൽ ഡിസ്കസ് ചെയ്യാൻ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ലേറ്റ് ആകുമോ എന്ന് കരുതി ഇവൻ തേയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവന് പറഞ്ഞ ടോപ്പിക് വെച്ച് നോക്കിയപ്പോ നല്ല ലെങ്തി ഡിസ്കഷൻ ആയിരിക്കുമെന്ന് കരുതി. അതാ മുൻപേ കൂട്ടി തേയോട് രാത്രി വരെ ഡിസ്കഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അവര് കഴിവതും നേരത്തെ തന്നെ അത് പറഞ്ഞു തീർത്തു. ഒഫീഷ്യൽ പ്രസന്റേഷൻ ആണെന്ന ഞങ്ങള് കരുതിയത്. ബട്ട് അവര് ജസ്റ്റ് അതിന്റെ ഐഡിയാസിനെ പറ്റി ഒപ്പീനിയൻസ് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഓ, അതിന്റെ ടോപ്പിക് എന്തായിരുന്നു? പ്രത്യേകിച്ച് ടോപ്പിക്കായിട്ടൊന്നല്ലായിരുന്നു ഡാഡി. ജസ്റ്റ് നമ്മുടെ സ്റ്റീൽ പ്രൊഡക്ഷന്റെ ഒരു പാർട്ട്ണർഷിപ്പ് അവരുമായി ചേർന്ന് നടത്താൻ സാധിക്കുമോ എന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ആയിരുന്നു. ശരി, എന്തായാലും ഇതിപ്പോ നടന്നു. ഇനി ഇങ്ങനെയുള്ള കാഷ്വൽ മീറ്റിംഗ് ആണെങ്കിലും എന്നെ അറിയിക്കാതിരിക്കരുത്. സാധാരണ നിങ്ങളുടെ അടുത്ത് നിന്നും ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടാകുന്നതല്ല. സോ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഓക്കെ ഡാഡി? ഓക്കെ അങ്കിൾ. മൈക്കിൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്നും പോയി. പുറകെ റീനയും എഴുന്നേറ്റു. ജെറിയെ കൊണ്ട് തേയ കൈ കഴിക്കാൻ പോയി. ജീനിയും അന്നയും പാത്രങ്ങളും മറ്റും എടുത്ത് അടുക്കളയിലേക്കും പോയി. ഡൈനിങ് ടേബിളിൽ ജിമിനും ജൂണും മാത്രമായി. ഓ,
എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നീ കറക്റ്റ് ടൈമിലാ മിസ്റ്റർ റോബർട്ടിന്റെ കാര്യം എടുത്തിട്ടത്. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി എന്നെ. ആ, എന്തായാലും അങ്കിള് നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നുണ്ട്. കള്ളം പറഞ്ഞതാണെങ്കിലും ഇങ്ങനെ വെറുതെ മീറ്റിംഗ് എന്ന വാക്ക് വഴിയിൽ കൂടി പോയ ആൾ സീരിയസ് ആവും. ആട്ടെ, മോൻ എന്തിനു വേണ്ടിയാ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് തേടെ അടുത്ത് നിന്ന് മുങ്ങിയത്? അത് പിന്നെ അവൾക്ക് ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തായിരുന്നു. അതാ അവള് വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നുണ പറയാമെന്ന് കരുതിയത്. എന്നിട്ട് സർപ്രൈസ് ഒക്കെ കൊടുത്തോ? ആ, കൊടുത്തു. അയ്യടാ, അവൻ്റെ ഒരു നാണം കണ്ടില്ലേ? ഇയാള് കൊള്ളാലോ. ഇന്നത്തെ നിന്റെ കഥകളിയും റൂമിൽ നിന്നുള്ള ലേറ്റ് ആയിട്ടുള്ള വരവും എല്ലാം കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. നീയും അധികമൊന്നും പറയണ്ട. ജീനിയെ കെട്ടാൻ മുട്ടി നിന്ന് നീ അവളുടെ വീടിന്റെ മതിൽ ചാടിയ കഥ ഞാൻ പറയട്ടെ? എടാ, ഒന്ന് പതുക്കെ പറ, മമ്മി കേക്കും. ഈ ലോകത്തില് എനിക്കും നിനക്കും ജീനിക്കുമല്ലാതെ വേറെ ആർക്കും ഞങ്ങളുടെ കല്യാണം അറേഞ്ച്ഡ് അല്ല, ലവ് മാരേജ് ആയിരുന്നെന്ന് അറിയില്ല. ആണല്ലോ? അപ്പൊ മോൻ ഇങ്ങോട്ട് അധികം വേല ഇറക്കാൻ നിക്കല്ലേ. പണിപ്പാലും വെള്ളത്തിൽ ഞാൻ തരും. ഓ, ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല. എന്റെ ഏക പേടി ഇനി അങ്കിൾ എങ്ങാനും മിസ്റ്റർ റോബോട്ടിന് മെയിൽ അയച്ച് നടക്കാത്ത മീറ്റിങ്ങിനെ പറ്റി ചോദിക്കുമോ എന്നാ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ? ആ, അങ്ങനെ വിശ്വസിക്കാം. ഡൈനിങ് ടേബിളിൽ നിന്നും നേരെ റൂമിലേക്ക് വന്ന മൈക്കിളിന് പുറകെ റീന കയറി ചെന്നു. എന്തായാലും അവരോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ തിരക്കിലായിരുന്നില്ലേ, അതായിരിക്കും പറയാൻ വിട്ടുപോയത്. നിങ്ങൾ എന്താ മനുഷ്യൻ ചിരിക്കുന്നത്? ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ അത് തമാശയാക്കാണോ? എന്റെ പൊന്ന് റീന, നീ എന്തിനെങ്ങനെ സീരിയസ് ആവുന്നത്? അതിനു മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോ കുറച്ചു മുമ്പ് ഞാൻ കണ്ടതെന്താ, നാടകായിരുന്നു? അതേലോ. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത്? എടി, അവമ്മ പറഞ്ഞത് പച്ചക്കള. ഇവര് പറഞ്ഞ മിസ്റ്റർ റോബർട്ടായി ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞേ? ജിമിൻ തേയോട് മീറ്റിംഗ് എന്നും പറഞ്ഞു പോയത് വേറെ എന്തോ കാര്യത്തിനാ, അല്ലാതെ മീറ്റിങ്ങിനൊന്നും അല്ല. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഞാനേ അവന്റെ അപ്പനാ. അവൻ കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. നീ ശ്രദ്ധിച്ചോ? അവര് രണ്ടുപേരും ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് തമ്മിലുള്ള ഒളിച്ചും പാത്തും നോട്ടവും കള്ളച്ചിരിയുമൊക്കെ. ആഹാ, അത് ശരി. അപ്പോ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുള്ള അഭിനയമായിരുന്നു അല്ലേ? പിന്നല്ലാതെ. എന്തായാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജിമിൻ പതിയെ അവന്റെ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. എല്ലാം എന്റെ തേയമോൾ വന്നതിന് ശേഷം. അത് സത്യമായി ചായ, ഞാനും ശ്രദ്ധിച്ചു. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നതാ തേയ നമ്മുടെ ജിമിന് വേണ്ടി. അതെ. ആ, നാളെ എന്തായാലും ജേക്കും ജോർജും എത്തുമല്ലോ. ജിമിനോട് പറഞ്ഞായിരുന്നോ? അയ്യോ, ഞാനതങ്ങ് വിട്ടുപോയി. ഞാൻ പോയി അവനോട് പറയട്ടെ. ആ, പോകുന്നതൊക്കെ കൊള്ളാം. നമ്മൾ ഇവിടെ സംസാരിച്ചതിനെ പറ്റി നീ ആരോടും പറയാൻ നിൽക്കണ്ട. അവന് ചിലപ്പോ നാണാവും. ആ, ശരി ശരി. തേയ ജെറിയോടൊപ്പം ലിവിംഗ് റൂമിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. അവന് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ്സ് എല്ലാം അവന് തുറന്നു കാണിക്കുകയായിരുന്നു. ഹായ് ഡൊണാൾഡക്ക്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഡിസ്നി ക്യാരക്ടർ ഇത്. താങ്ക് യു മമ്മി. മോന് ഇഷ്ടാണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ മമ്മി ഇത് വാങ്ങിയത്. ദേ, ഈ കാറിന്റെ സെറ്റൊക്കെ നോക്കിയേ, ഇത് റിമോട്ട് കൺട്രോൾ ഉള്ളതാ. തേയും ജെറിയും അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് അന്നയും ജീനിയും വന്നു. ആഹാ, മമ്മിയും മോനും കൂടി എന്താ പരിപാടി? ഇത് കുറെ ഉണ്ടല്ലോ. നിങ്ങൾ പാരീസിൽ പോയിട്ട് ഇവന് ഗിഫ്റ്റ് വാങ്ങിക്കലായിരുന്നു പരിപാടി? ഏയ്, ഇവന് മാത്രല്ല, നിങ്ങൾ എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ പോയി എടുത്തു കൊണ്ടുവരാം. തേയ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഇതേ സമയം ജിമിനും ജൂണും ലിവിംഗ് റൂമിലേക്ക് വന്നു. ആഹാ, ജെറിക്ക് കോൾ അടിച്ചല്ലോ. ഇത് കുറെ ഉണ്ടല്ലോ.
ഞാനും ദയും കൂടി അവിടെ ഉണ്ടായിരുന്ന ഫേമസ് ടോയ് സ്റ്റോർ എല്ലാം കയറി. ഇവിടെ കിട്ടാത്ത ഇവന് ഇഷ്ടമുള്ള എല്ലാ ടോയ്സും വാങ്ങി. താങ്ക് യു പപ്പ, എനിക്ക് ഒത്തിരി ഇഷ്ടായി. എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ റീന അവിടേക്ക് വന്നു. ജിമിനെ, നിന്നോടൊരു കാര്യം പറയാൻ ഞങ്ങൾ വിട്ടുപോയി. നാളെ ജോർജും ജേക്കും വരുന്നുണ്ട്. അത് ശരി. എന്നിട്ട് ഇത്രയും നേരമായിട്ടും നിങ്ങൾ എന്നോട് ഇപ്പോഴാണോ പറയുന്നത്? അത് മോനെ, ഇച്ചായൻ എന്നെ ഇന്ന് രാവിലെ വിളിച്ചത്. നിങ്ങൾ വന്ന് റൂമിൽ പോയതിന്റെ പുറകെ. പിന്നെ അതങ്ങ് പറയാൻ വിട്ടുപോയി. നാളെ എപ്പെത്തുമെന്നാ പറഞ്ഞത്? രാവിലെ എത്തുമെന്നാ പറഞ്ഞത്. ആ, അവര് വരട്ടെ. എന്തായാലും ജയിക്കിന് ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അവനൊരു പെർമനന്റ് പൊസിഷൻ നമ്മുടെ കമ്പനി കൊടുക്കണം. ഒരു പേടിയില്ലാത്തത് കൊണ്ടാ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കുന്നത്. അത് മോൻ പറഞ്ഞത് വളരെ ശരിയാ. വയസ്സ് 10-30 ആകാറായി. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന വിചാരം. എല്ലാം നമുക്ക് ശരിയാക്കാം ആന്റി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി വാങ്ങിയ ഗിഫ്റ്റുമായി തേയ അവിടേക്ക് വന്നു. ദേ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഈ കവറൊക്കെ പിടിച്ചേ. ദേ, ഇത് മമ്മിക്ക്, ഇത് ആന്റിക്ക്, ഇത് ജൂൺ ചേട്ടായിക്ക്, ഇത് ജീനി ചേച്ചിക്ക്, പിന്നെ മമ്മി ഇത് ഡാഡിക്ക് കൊടുക്കണം. എന്റെ പൊന്നു തേയ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ വെറുതെ പൈസ കളയാനായിട്ട്? ഏയ്, ഇതൊന്നും ഒരു വെറും ചെലവല്ല. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. പിന്നെ ഞാൻ ജെയ്മിക്കും വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അവളുടെ റൂമിൽ വെച്ചിരിക്കുക. അവൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതെന്തായാലും നന്നായി മോളെ. അല്ലെങ്കിൽ അവക്കൊന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞ് അവൾ ഈ വീടിളക്കും. ആ തേയ, നാളെ ജോർജ് അങ്കിളും മോനും വരുന്നുണ്ട്. നീ അവരെ കണ്ടിട്ടില്ലല്ലോ? ഏയ്, ഞാനവരെ കണ്ടിട്ടില്ല. എന്ത് ചെയ്യാനാ മോളെ, അവര് കല്യാണത്തിന് വരാനിരുന്നതാ. പക്ഷേ എന്റെ ഇളയ സന്തതി വരുത്തിവെച്ച പ്രശ്നം കാരണം പറ്റിയില്ല. അയ്യോ, എന്തു പറ്റി? എന്റെ അനിയനായതുകൊണ്ട് പറയുവല്ല. അവനൊരു തല തെറിച്ചവനാ. പണ്ടൊക്കെ എല്ലാവരോടും നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. പിന്നെ പിന്നെ അവന്റെ സ്വഭാവം മൊത്തത്തിൽ മാറി. സത്യം പറഞ്ഞ അവനൊരു പഞ്ചപാവാണ്. മനസ്സിലൊരു കളങ്കവും ഇല്ല. എന്റെ അനിയനെ എന്നേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവളാ. വേറെ ആർക്കും ഇല്ലാത്ത ഒരു സോഫ്റ്റ് കോർണർ അവനോട് ഇവൾക്കുണ്ട്. എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. അത് ഞങ്ങളുടെ സീക്രട്ടാ. എല്ലാവരോടും പറഞ്ഞു നടക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അയ്യോ, ഇനി അടുത്ത വഴക്ക് വേണ്ട. അവര് നാളെ വരുവല്ലേ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്ന ഒന്നും നടക്കില്ല. ഞാൻ അടിയൊന്നും ഉണ്ടാക്കാൻ വരുന്നില്ലേ. ജിമിനെ, മോന്റെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. വാ, നമുക്ക് കമ്പനി കാര്യങ്ങൾ നോക്കാനുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഓഫീസിൽ പോവണ്ടേ? ആടാ, ഞാൻ വരുവാ. അവരെല്ലാവരും അങ്ങനെ അവരവരുടെ കാര്യങ്ങൾക്കായി പോയി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ റൂമിലേക്ക് പോയി. തേയ മുറിയിൽ ബെഡ്ഷീറ്റ് വിരിക്കുകയായിരുന്നു. ഏയ് ഇച്ചായ, എന്താ ഇത്? എന്താ, എനിക്കെന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് പുറകെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ. അതാ എന്റെ പേടി. അത് ശരി. എങ്കിൽ നിന്നെ ഒന്ന് പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഏയ് ഇച്ചായ, ഷ്ഷ്, അടങ്ങിക്കിടക്ക്. പപ്പ, മമ്മി. പെട്ടെന്നാണ് തുറന്നിട്ട വാതിൽ കൂടി ജെറി ഓടി അകത്തേക്ക് വന്നത്. ജെറിയുടെ ശബ്ദം കേട്ട് തേയ ജിമിനെ തള്ളി മാറ്റി. ജെറി ആ സമയം കൊണ്ട് ഓടി കട്ടിലിൽ കയറി. ഷോ, ചെക്കൻ സമ്മതിക്കൂല. ആഹാ, മോനോ? മോ ഉറങ്ങിയില്ലേ? ഇല്ലല്ലോ. ഞാൻ ഇനി മുതൽ മമ്മിയുടെയും പപ്പയുടെയും കൂടെയാ കിടക്കുന്നത്. ആഹാ, അത് ശരി. അല്ലെങ്കിലും മോൻ ഞങ്ങളുടെ കൂടെ ഉറങ്ങുന്നതാ മമ്മിക്കും പപ്പയ്ക്കും ഇഷ്ടം അല്ലേ ചായ? തേയ ഒരു കുസൃതി ചിരിയോടെ ജിമിനെ നോക്കി ചോദിച്ചു.
അതെ അതെ, മോ ഇനി ഇവിടെ കിടന്നോ? യാ എഞ്ചി വാ, നിങ്ങളും എന്റെ അപ്പുറത്തും കിടക്ക്, ഞാൻ നടുക്ക് കിടക്കാം. ജെറി അപ്പോൾ തന്നെ ബെഡിന്റെ നടുവിൽ സ്ഥാനം പിടിച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. ജിമിനും തേയും ഒരു ചിരിയോടെ ജെറിയെ നോക്കി. മമ്മി ദേ ഡോറ് ക്ലോസ് ചെയ്തിട്ട് വരാം. തേയ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാതിലിന്റെ അടുത്തേക്ക് പോയി. പപ്പയും മമ്മയെ കഥ കടയ്ക്കാൻ ഹെൽപ്പ് ചെയ്തിട്ട് വരാവേ. ജിമിൻ നേരെ തേയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോറിന്റെ ലോക്കിൽ വെച്ചിരുന്ന അവളുടെ കൈയുടെ മേൽ കയറി പിടിച്ചു. ഏയ് ഇച്ചായ, വിട്ടെ, മോ കാണും. അയ്യടാ, ഞാനിപ്പോ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് സന്തോഷമായി കാണുമല്ലേ? ഇനി സമാധാനായിട്ട് ഉറങ്ങാലോ. അതെ, എനിക്ക് ഒരുപാട് സന്തോഷായി. അവനുള്ളപ്പോ നിങ്ങൾ കുരുത്തക്കേടൊന്നും ചെയ്യില്ല. മോള് അധികം സന്തോഷിക്കണ്ട, ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. മമ്മി, പപ്പ, വേഗം വാ, നമുക്ക് ഉറങ്ങണ്ടേ? ആ ദേ വരുന്നു മോനെ. ദേ മനുഷ്യ, ഇവിടെ നിന്ന അവന് സംശയാവും. വന്നേ കിടക്കാം. തേയും ജിമിനും ബെഡിന്റെ നേരെ ചെന്നു. ജെറിയുടെ ഇരുവശത്തും അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഗുഡ് നൈറ്റ് മമ്മി, ഗുഡ് നൈറ്റ് പപ്പ, ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് മോനെ. മോനെ. രാവിലെ തന്നെ ജീനിയും അന്നയും കൂടി ജെയ്ക്കിനും ജോർജിനും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ കയറിയിരുന്നു. റീനയും തേയും ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഓർഡറിൽ അടക്കുകയായിരുന്നു. അടുത്ത പ്രാവശ്യത്തേക്കുള്ള മീറ്റിങ്ങിന് വേണ്ടിയുള്ള ഫയൽസ് ആണെന്നാ പറഞ്ഞത്. ഇന്നലെ രാത്രി എടുത്തു വെക്കുന്നതിന്റെ ഇടയിൽ കൈ തെന്നി തറയി വീണു. ഭാഗ്യത്തിന് പേജ് നമ്പറും ടൈറ്റിലും ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. കണ്ടിട്ട് ഏതോ പ്രോജക്റ്റിന്റെ റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാറിന്റെ ഹോൺ കേൾക്കുന്നത്. ആ, അവരെത്തിയെന്ന് തോന്നുന്നുണ്ട്. മൈക്കൽ റൂമിൽ നിന്നും നേരെ ലിവിംഗ് റൂമിലേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. ഞാനെങ്കിൽ പോയി ആന്റിയും ചേച്ചിയും വിളിച്ചുകൊണ്ട് വരാം. ശരി മോളെ. മൈക്കലിനൊപ്പം റീനെ മുറ്റത്തിറങ്ങി നിന്നു. കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ജോർജ് ആയിരുന്നു. ചേട്ടായി, ചേട്ടത്തി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ വന്നില്ലേ, അത് തന്നെ വിശേഷം. മൈക്കൽ ജോർജിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. എന്തു പറയാനാ ചേട്ടത്തി, അന്ന ഇങ്ങ് വന്നതിന് ശേഷം എന്റെ ഭക്ഷണം ഒന്നും ശരിയാകാറില്ല. അവൾ ഉണ്ടാക്കി തരുന്ന ഫുഡിന്റെ രുചി 7 അയലക്കത്ത് പോലും അവിടുത്തെ കഫയിൽ എത്തില്ല. ഇതേ സമയം തേയ കിച്ചണിലെത്തി. ചീനി ചേച്ചി, ആന്റി, ദേ അവരൊക്കെ എത്തി. ആണോ മോളെ? എങ്കിൽ മോളെ ദേ ഇതൊന്ന് നോക്കിയേക്കണേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ചെയ്താ മതി. ശരി ആന്റി, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയിട്ട് വാ. അവരെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വരാം. അത് റെഡി ആയി കഴിഞ്ഞ് തേ അങ്ങോട്ട് വാ. ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഓക്കെ ചേച്ചി. അന്നയും ജീനിയും നേരെ വീട്ടുമുറ്റത്തേക്ക് വന്നു. ജോർജിനെ കണ്ട ഉടനെ അന്ന അയാളെ കെട്ടിപ്പിടിച്ചു. യാത്രയൊക്കെ സുഖായിരുന്നു ചായ? സുഖായിരുന്നെടി, നിനക്ക് സുഖാണോ? എനിക്ക് സുഖമായി ചായ. പിന്നെ കുറച്ച് ദിവസമായി ശരീരത്തിന് ആകെ ഒരു വേദനയാ. പിന്നെ റീന ഉണ്ടായത് കൊണ്ട് മരുന്നിന് സമയത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. ഡാഡി, എവിടെ ജയിക്ക്? കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി. മമ്മി, ജേക്ക് ഓടിച്ചെന്ന് അന്നയെ കെട്ടിപ്പിടിച്ചു. ഓ, ഒന്ന് പതുക്കെ ചേക്ക, എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവോ നീ? ഉമ്മ, എന്റെ മമ്മിയെ ഞാൻ എന്തോരം മിസ് ചെയ്തെന്നോ. മമ്മി ഇല്ലാത്തതുകൊണ്ട് ഫുഡൊന്നും ശരിയാകാറില്ല. ഞാൻ ഫുൾ പട്ടിണിയാ. മോനെ, നീ വിഷമിക്കാതെ. മമ്മി നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താടാ, ഞങ്ങളെയൊക്കെ മറന്നുപോയോ? എന്റെ ചേച്ചിക്കുട്ടിയെ എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ജേക്ക് ജീനിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു.
ആ വിടടാ പതുക്കെ. എന്റെ കവളിപ്പൊ പറിച്ചുകൊണ്ട് പോയേനെ. എന്താടാ, നീ ഇന്നും അടിച്ചിട്ടാണോ വന്നത്? നോ, ഞാനിന്ന് ട്രാവൽ ചെയ്യുന്ന പ്രമാണിച്ച് ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഇനിയും സമയമുണ്ടല്ലോ. എന്താടാ, മമ്മിയും ചേച്ചിയും കണ്ടപ്പോ ആന്റിയും അങ്കിളിനെയും നിനക്ക് വേണ്ടേ? എന്താ ആൻറ്റി ഇത്? ഞാൻ നിങ്ങളെ എങ്ങനെ വിടാനാ? നിങ്ങൾ എന്റെ ഫേവററ്റ് പീപ്പിൾ അല്ലേ? ജേക്ക് നേരെ റീനയുടെയും മൈക്കിളിന്റെയും അടുത്തേക്ക് ചെന്നു. അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. എടാ, നീ ഇവിടെ വന്നിട്ട് വല്ല തോന്നിവാസവും കാണിച്ച ഞാൻ ശരിയാക്കും. ഇത് ഇന്ത്യയല്ല, സൗത്ത് കൊറിയ, അതോർമ്മ വേണം. അയ്യോ, എനിക്കറിയാമേ. എയർപോർട്ടിൽ നിന്നും വരുന്ന വഴിയില് ജിമ്മിച്ചനും ജൂണച്ചായനും എനിക്ക് വയറ് നിറച്ചു തന്നു. എനിക്കിനി ഒന്നും കേൾക്കാൻ വയ്യേ. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടികളുമായി ജൂണും ജിമിനും അവിടേക്ക് വന്നു. അത് ശരി, എല്ലാവരും കൂടി ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? അകത്തോട്ട് കേറിക്കേ. ഞങ്ങൾക്ക് ഈ ബാഗ് പിടിച്ചുകൊണ്ട് അധികം നേരം നിൽക്കാൻ സാധിക്കില്ല. ശരിയാ, നിങ്ങൾ വാ, അകത്തേക്ക് ഇരിക്കാം. അങ്ങനെ എല്ലാവരും വീടിന്റെ ഉള്ളിലേക്ക് കയറി. ജൂണും ജിമിനും ബാഗുമായി നേരെ ജോർജിന്റെയും ജേക്കിന്റെയും മുറികളിലേക്ക് പോയി. നിങ്ങളിരിക്കി, ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. ജീനി നേരെ അടുക്കളയിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ കാണുന്നത് നാരങ്ങ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന തേയാണ്. ആഹാ, അത് ശരി. ഇവിടെ ഇതിനിടയിൽ ഇതും റെഡിയാക്കിയോ? ആ ചേച്ചി, ഞാൻ വിചാരിച്ചു എന്തായാലും അവര് വരുമ്പോ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ. നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കായതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി. അതാ. താങ്ക് യു തേയ. എന്തായാലും നീ വാ, നീ അവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വരാം ചേച്ചി. ചേച്ചി ദേ ഇതുമായിട്ട് അങ്ങോട്ട് പൊക്കോ. തേയ ജീനിയുടെ കയ്യിലേക്ക് ട്രേ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജീനി ട്രേയുമായി അടുക്കളയിൽ നിന്നും പോയി. ഇതേ സമയം ജിമിൻ പെട്ടി റൂമിൽ വെച്ചിട്ട് ജെറിയുടെ റൂമിലേക്ക് പോയി. ജെറി അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ, മോൻ ഇവിടെ ഇരിക്കായിരുന്നു. ദേ, ജോർജ് അപ്പച്ചനും ജേക്കങ്ങളും വന്നിട്ടുണ്ട്. ആനോ, അവര് വന്നോ? വന്നല്ലോ. മോൻ അവരെ കാണണ്ടേ? വേണം. എന്നാ വാ. ജിമിൻ ജെറിയെ തോളിലെടുത്തുകൊണ്ട് ലിവിംഗ് റൂമിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് തേയ കിച്ചണിൽ നിൽക്കുന്നത് കണ്ടത്. ജിമിൻ ജെറിയെ കൊണ്ട് കിച്ചണിലേക്ക് നടന്നു. താനെന്താ ഇവിടെ നിൽക്കുന്നേ? അവരൊക്കെ അവിടെ ലിവിംഗ് റൂമിൽ ഇരിക്കുക. എന്താ അങ്ങോട്ട് പോവാത്തത്? ഇവിടെ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു ചായ, അത് ഒതുക്കിയിട്ട് പോവാന്ന് വെച്ചു. ആ, എന്തായാലും താൻ എന്റെ കൂടെ വാ, അവരെ പരിചയപ്പെടാം. ശരി. ജീനി നാരങ്ങാ വെള്ളം എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും വെള്ളം കുടിച്ചു. ഹോ, ഇപ്പോഴൊരാശ്വാസമായത്. നല്ല ദാഹമുണ്ടായിരുന്നു. അടിപൊളി നാരങ്ങ വെള്ളം. ചേച്ചി, ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണോ? ഏയ് അല്ല, ഇത് ജിമിന്റെ കെട്ടിയോളുണ്ടാക്കിയതാ. ഓ റിയലി? എന്നിട്ട് എവിടെ? പുള്ളിക്കാരെ കാണാനില്ലല്ലോ. അവളിതേ ഇപ്പൊ വരും. ആ, ദേ വന്നല്ലോ. ജേക്ക് ജീനി നോക്കി ഇടത്തേക്ക് നോക്കി. അപ്പോഴാണ് ജിമിൻ ജെറിയെ തോളത്തെടുത്തുകൊണ്ട് വരുന്നത് കണ്ടത്. കൂടെ അവനോട് ചേർന്ന് അവന്റെ ഭാര്യയും. എന്നാൽ ജിമിന്റെ ഭാര്യയുടെ മുഖം കണ്ട ജേക്ക് ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. അവൻ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. അവന്റെ മനസ്സ് ഒരു 10 വർഷം പുറകിലേക്ക് സഞ്ചരിച്ചു. നാളുകളായി അവന്റെ മനസ്സിൽ മാഞ്ഞു പോകാതെ നിറഞ്ഞു നിന്ന മുഖം, പ്രണയത്തിൽ നിന്നും വെറുപ്പിലേക്ക് മാറിയ മുഖം. ദേ